നിലവിൽ ലാലേട്ടൻ്റെതായി ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ചിത്രമാണ് തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലെത്തുന്ന താൽക്കാലികമായി L360 എന്ന് പേരിട്ടിരിക്കുന്ന ചിത്രം. ആ ചിത്രത്തിനിടയിലും ലാലേട്ടൻ്റെ വൻപൻ സിനിമയായ പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്യുന്ന ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ വൻ താരനിരയോടെ എത്തുന്ന എമ്പുരാൻ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട്. L2 എമ്പുരാന്റെ അടുത്ത ഷെഡ്യൂൾ ഇന്നാണ് ആരംഭിക്കുന്നത്. ഇന്ന് തന്നെയാണ് പൃഥ്വിരാജ് സുകുമാരനും ബേസിൽ ജോസഫും പ്രധാന കഥാപാത്രമായി എത്തുന്ന ഗുരുവായൂർ അമ്പലനടയിൽ എന്ന ചിത്രവും തിയേറ്ററുകളിൽ എത്തുന്നത്. എമ്പുരാന്റെ ഏറ്റവും പുതിയ ഷെഡ്യൂൾ ആരംഭിക്കുന്നത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്തെ ഷൂട്ടിംഗ് കഴിഞ്ഞ ശേഷം ചിത്രത്തിന് 10 ദിവസത്തെ ഷൂട്ടിംഗ് കുട്ടിക്കാനത്തുണ്ടാകും. അതിനുശേഷം L2 ഷെഡ്യൂൾ ഉള്ളത് ഗുജറാത്തിലാണ്. ജൂൺ 15 മുതലാണ് അവിടെ ഷെഡ്യൂൾ തുടങ്ങുന്നത്. ഏകദേശം 35 ദിവസത്തോളം ഷൂട്ടിംഗ് അവിടെ ഉണ്ടാകും. ലാലേട്ടന്റെ എമ്പുരാന്റെ മുഴുവൻ ചിത്രീകരണവും ഈ വരുന്ന സെപ്റ്റംബറോടെ തീരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം L2 റിലീസായി പ്രതീക്ഷിക്കുന്നത് 2025 പകുതിയോടെയാണ്. മലയാള സിനിമയിൽ തന്നെ ഏറ്റവും വലിയ വൻപൻ ബജറ്റിൽ തന്നെയാണ് ഈ ഒരു ചിത്രം ഒരുങ്ങുന്നത്. ഏകദേശം 150 കോടി രൂപയോളം ചിത്രത്തിന്റെ ചെലവുണ്ടെന്നാണ് അപ്ഡേറ്റുകൾ സൂചിപ്പിക്കുന്നത്. അതിന് മുകളിൽ പോകാനും ചാൻസ് ഉണ്ട്. ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എമ്പുരാനിൽ സസ്പെൻസ് നിറഞ്ഞ ഒരുപാട് രംഗങ്ങളും അതോടൊപ്പം തന്നെ വൻപൻ ഗസ്റ്റ് അപ്പിയറൻസും പൃഥ്വിരാജ് സുകുമാരൻ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് അപ്ഡേറ്റിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വരുന്ന മെയ് 21-ാം തീയതി ലാലേട്ടന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ചുകൊണ്ട് ഒരുപാട് അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അതിനോടൊപ്പം ലാലേട്ടന്റെ വൻപൻ സിനിമയായ എമ്പുരാന്റെ അപ്ഡേറ്റും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും മോളിവുഡിന്റെ പീക്ക് ലെവലിൽ നിൽക്കുന്ന ഈ ഒരു സമയത്ത് എമ്പുരാന്റെ ഒരു അപ്ഡേറ്റ് കൂടി വന്നാൽ സോഷ്യൽ മീഡിയ നിന്നുകത്തുമെന്ന് തീർച്ചയായും തന്നെയാണ്. അപ്പോൾ ആരൊക്കെയാണ് എമ്പുരാൻ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഫേസ്ബുക്ക് പേജിലൂടെയാണ് കാണുന്നതെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.